ഇനി ഓടിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് വെടിവെച്ചു. എന്നിട്ട് ഇവര് പറയുകയാണ്, ഞാനല്ലേ ഇൻവൈറ്റ് ചെയ്തത്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ജാമിദ ടീച്ചറെ, മുസ്ലിംസിനടുക്കി അഡോപ്ഷൻ ഉണ്ട് ഇത്ര വലിയ പ്രശ്നം. പക്ഷെ അവരുടെ യതീംഖാനകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർ അത്രയും പേരെ അങ്ങനെ പോറ്റി പുലർത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നതിന് എന്താ പ്രോബ്ലം? ജാമിദ ടീച്ചർ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാമോ? ഹലോ, ജാമിദ ടീച്ചറിന്റെ മൈക്ക് മ്യൂട്ട്. ചോദ്യം ഒന്നോട് റിപ്പീറ്റ് ചെയ്യും മറിയാമേ, ആ ചോദ്യം ഒന്നോട് റിപ്പീറ്റ് ചെയ്യും. അതായത് ഈ അഡോപ്ഷനെതിരായിട്ട് ഈ മുസ്ലിങ്ങൾ എന്താണ് നിൽക്കുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. മുമ്പേ വന്ന് നമ്മുടെ മഹോന്നതൻ പറയുകയും ചെയ്തില്ലേ? പക്ഷെ അവര് പറയുന്നു യതീംഖാനകള് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ യതീംഖാനകൾ നടത്തുന്നത്, ഇഷ്ടംപോലെ ആൾക്കാരെ ഞങ്ങള് പോറ്റി പുലർത്തുന്നുണ്ടെന്നും പറയുന്നു. അപ്പൊ എന്താ പ്രശ്നം? അഡോപ്റ്റ് ചെയ്യുന്നതിന് എന്താണ് ഇത്ര പ്രോബ്ലം? അഡോപ്ഷൻ എന്തുകൊണ്ടാണ് നിർത്തിയത്? ജാമിദ ടീച്ചറിന് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു സ്പീക്കർ ഓൺ ആവുന്നില്ല. ഒന്ന് ഇറങ്ങി കയറിക്കേ ജാമിദ ടീച്ചറെ, അല്ലെങ്കിൽ മറ്റേ ചിലപ്പം ആപ്പ് ചില സമയത്ത് അപ്ഡേറ്റ് ആക്കണം കേട്ടോ. അങ്ങനെയുള്ള വിഷയങ്ങളും വരും. ഇതാരാ മുസ്ലിം പറഞ്ഞൊരു പാർട്ടിയാണ് ഇത്. ജാമിദ ടീച്ചറിന് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ. കമന്റ് നോക്കിയോ മുസ്ലിം? എന്നാ പറഞ്ഞ ജാമിദ മിണ്ടാതിരിക്കുകയാണ് അത്രേ. മുഹമ്മദ് യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് എന്താ സംശയം? വലിയ പ്രവാചകൻ, നല്ല ഹലോ, കേൾക്കാമോ? കേൾക്കാം. മുസ്ലിം ഒന്ന് മീറ്റ് ചെയ്ത് കേൾക്കാം. ജാമിദ പറഞ്ഞു. ഞാൻ ചോദ്യം കേട്ടു. ചില സമയം ഈ ക്ലബ് ഹൗസിന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലപ്പം എന്നെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എനിക്ക് സ്പീക്കേഴ്സ് പാനലിലേക്ക് കയറാൻ പറ്റുന്നില്ല. ചിലപ്പോൾ കയറിയാലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തോ ക്ലബ് ഹൗസിൻ്റെ അപ്ഡേഷൻ ആയിരിക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്തോ ദത്താണ് ചോദിച്ചത്. ചോദ്യം ഞാൻ കേട്ടായിരുന്നു. അതിനു മുമ്പ് പാസ്റ്റർ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ, എന്താ വണ്ടി ഇടിച്ച് കൊല്ലുന്നതിനെ കുറിച്ച്, മറ്റേ NIA റെയ്ഡും. അതെനിക്ക് അങ്ങോട്ട് ക്ലാരിറ്റി ആയില്ല. എനിക്ക് അറിയണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പാസ്റ്റർ അല്ല, എന്നിരുന്നാലും ഞാൻ ഈ റൂമിലൊരു സഹയാത്രയാണ്, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ എനിക്ക് ഇവിടെ നിർമ്മല സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അന്നേരം നമുക്കറിയാമല്ലോ, ആ നിർമ്മല സ്കൂളിൽ ആ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ നിസ്കാര മുറി വേണമെന്നൊക്കെ പറഞ്ഞ് അവർ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മസ്ജിദും ഉണ്ട്. അന്നേരം ഈ സ്കൂളിന്റെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രിസിറ്റി KEB, അത് കണക്ക് തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അവരുടെ ഇപ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ വേണം. അവിടുത്തെ ഇൻസ്റ്റലേഷൻസ് എല്ലാം ഇത് സേഫ്റ്റി ഉള്ള രീതിയിലായിരിക്കണം. പക്ഷെ ഇന്നലത്തെ ഒരു പരിശോധനയിൽ ഒത്തിരിയധികം സംഗതികൾ അവിടെ പിള്ളേർക്ക് അപകടം പറ്റാവുന്ന രീതിയിലുണ്ട്. അന്നേരത്തേക്ക് അവിടുത്തെ ഫാദറ്, അതേമാതിരി തന്നെ സിസ്റ്റേഴ്സ്, ഇവരെല്ലാരും കൂടി നമുക്ക് ഒരു ചായയും ഒരു കേക്കും സാധനങ്ങളും ഒക്കെ തന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഫാദർ തന്നെ പറഞ്ഞു, ഇതേമാതിരി ഇവിടെ ഒരു പ്രശ്നം നടന്നിരുന്നത് അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം തുടങ്ങിയ ഒരു വിഷയം നമ്മൾ ഇങ്ങോട്ട് ചോദിച്ചാൽ, അന്നേരം അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിരുന്നു. വൈകിട്ട് 6 മണിയായി കഴിഞ്ഞപ്പം ഇതേമാതിരി മൂവാറ്റുപുഴ ഭയങ്കര മഴയായിരുന്നു. അന്നേരം ഞങ്ങൾ വേറൊരു ട്രാവലിംഗ് പദ്ധതിയാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത്. അന്നേരം ഫാദർ തന്നെ പറഞ്ഞു, വേണ്ട വിഷമിക്കേണ്ട, എനിക്ക് പരിചയമുള്ള ഡ്രൈവറുണ്ട്, ഞാൻ വിളിച്ചിട്ട് ഞാൻ വണ്ടി വരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി വന്നു. ഞങ്ങൾ എറണാകുളത്തേക്ക് ഈ മഴയിൽ പതുക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈരാറ്റുപേട്ടയിലെ അന്ന് PFIക്കാരെ അറസ്റ്റ് ചെയ്തതിന്റെ കാര്യം ഈ ഡ്രൈവർ അതിനകത്തുണ്ടായിരുന്നു. അത് മൂവാറ്റുപുഴയിൽ നിന്ന് സാധാരണക്കാരിലെ ഒരാൾ വന്നിട്ട് ഈ വണ്ടി വിളിച്ചതാണ്. ഈ വണ്ടി വിളിച്ചിട്ട് ഒരു 10 കിലോമീറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി. ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ ഒരാൾ കയറാനുണ്ട്, എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10-15 കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരാൾ കയറി.
മൂന്നാമത്തെ ആള് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം കയറിയ പാർട്ടി ഇത് കണക്ക് ഷർട്ടിന്റെ മുകളിൽ കൂടി ഇവര് ബാക്ക് പാക്കിൽ നിന്ന് ഈ ബുള്ളറ്റ് പ്രൂഫ് ഇവരുടെ വെസ്റ്റ് ഇതെല്ലാം എടുത്തിട്ട് അണിഞ്ഞ് ആ കൂട്ടത്തിൽ റിവോൾവർ ബാക്കിയുള്ള കാര്യങ്ങള് ബെൽറ്റൊക്കെ റെഡിയാക്കി ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇയാൾ ബാക്ക് മിററിൽ കൂടി കയറിയിരുന്ന ഇയാൾ അപ്പടെ അങ്ങ് ഭയപ്പെടാൻ തുടങ്ങി. എന്താ സംഭവിക്കണോ? അല്പം കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഉടനെ പറഞ്ഞ് ഇത് ഇവിടെ ഒരാൾ വരും, അയാളെ കൂടി കയറി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 3 പേരും ഇവര് ഡ്രസ്സെല്ലാം ക്ലിയർ ആയി, ഇവര് ബുള്ളറ്റ് പ്രൂഫ് ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് 4ാമത്തെ ആള് വന്നു. 4ാമത്തെ ആളും കൂടി വന്നു കഴിഞ്ഞിട്ട് ഇവര് നേരെ പോവാണ്. രാത്രി അർദ്ധരാത്രിയാണെന്ന് വിചാരിക്കണം. അന്നേരം ഇവര് പോകുന്ന സമയത്ത് ഇതിന്റെ പരിസരത്തേക്ക് അടുക്കാൻ ആയപ്പോൾ ഈ ഡ്രൈവറോട് പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി ഏതെങ്കിലും തരത്തില് വല്ല ബോംബോ എന്തെങ്കിലും എറിയോ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, വണ്ടി കയറ്റി വിട്ടേരെന്ന് പറഞ്ഞു. ഈ പാർട്ടി ആരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കിക്കോ എന്നിങ്ങനെ പറഞ്ഞു. അന്നേരം ഇയാള് ആപ്പടെ വല്ലാത്ത രീതിയിൽ ഇയാളങ്ങോട്ട് കൈയും കാലും വിറയ്ക്കുകയായിരുന്നു എന്നാ പറയുന്നത്. ഇവര് പോകുന്ന വഴിക്ക് ഇവര് ഈ വെസ്റ്റൊക്കെ എടുത്തിട്ട് ഈ റിവോൾവറും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോ ഇയാൾ വിചാരിച്ചത്രേ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ചാടി ഇറങ്ങിയിട്ടിട്ട് ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഇയാൾ വിചാരിച്ചു ഓടിക്കഴിഞ്ഞാൽ വല്ലവരും വെടിവെച്ചാലോ. എന്നിട്ട് ഇയാൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു അത്ര, എന്റെ വണ്ടി തട്ടിയെടുക്കാനാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം, നിങ്ങൾ വണ്ടിയായിട്ട് പോയിക്കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ മനസ്സിലാ. അങ്ങനെ പറഞ്ഞ് ചിരിച്ചോണ്ടാ വരുന്നത്. അന്നേരത്തേക്ക് 2 കാര്യങ്ങൾ ഇന്നലെ അതിനകത്തൊന്ന് അതിന്റെ കൂട്ടത്തില് അത് ഞങ്ങളത് ചിരിച്ചുകൊണ്ട് പോരുമായിരുന്നു. അന്നേരത്തേക്ക് അന്നത്തെ അറസ്റ്റിന്റെ ആ ഒരു കാര്യത്തെ പറ്റി PFIയുടെ അവിടുന്ന് പോയിക്കൊണ്ട് പോയിരുന്നു. അവരാരും ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. അതാണ് ജാമിദ ടീച്ചറെ പറഞ്ഞത്. എനിക്ക് ഓക്കെ 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 കറക്റ്റ്. എനിക്ക് അതെ കുറച്ചേ കേട്ടുള്ളൂ ഞാനത്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. എന്നാ പിന്നെ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം അല്ലേ സിസ്റ്ററെ? നമ്മുടെ മറിയാമ്മ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ദത്ത് എന്തുകൊണ്ട്? ഞാൻ ചോദ്യം കേട്ടായിരുന്നു. ദത്ത് ഇപ്പൊ നമുക്കറിയാമല്ലോ, വിശ്വവിഖ്യാതമായിട്ടുള്ള പ്രവാചകന്റെ ഒരു ദത്ത് വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അന്നുവരെ അവിടെ നിലനിന്നിരുന്ന ഒരു ദത്ത് സമ്പ്രദായം, അതിന് വിപരീതമായിട്ട് പ്രവാചകൻ ഒരു നിയമം അവിടെ കൊണ്ടുവരുവാണ് ചെയ്തത്. അതായത് അതുവരെ ദത്തുപുത്രൻ സ്വന്തം മകനെ പോലെയായിരുന്നു എന്ന നിയമം മാറ്റാൻ വേണ്ടിയാണ് പ്രവാചകൻ ഒരു ദത്ത് നിയമം കൊണ്ടുവരുന്നത്. വളർത്തുമോൻ്റെ ഭാര്യയുടെ നഗ്നത കണ്ടപ്പോഴേക്ക് ആകർഷണം തോന്നിയതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇസ്ലാമിലെ ദത്തിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കൂടുതൽ ചർച്ച വരാൻ കാരണം, കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ ഷോയ്ക്കകത്ത് ഇതുപോലെയുള്ള ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ പോലെ, സരോഗസിയെ പോലെ, IVF-നെ പോലെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ ചർച്ച നടന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൻ്റെ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ എന്താണ് എന്നറിയണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരികയും ഒരുപാട് ആളുകൾ അതിനെ സംബന്ധിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യുകയും ചെയ്തതോടെയാണ് ഈ പുരോഹിതന്മാർ പ്രതിസന്ധിയിലായത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ മതപരമായിട്ടുള്ള വശങ്ങൾ എന്താണ് എന്ന് പറയുകയല്ലാതെ മാർഗമില്ലാത്ത ഒരവസ്ഥയെത്തി. അപ്പോൾ അവർ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഞാൻ പറയാം. അപ്പോൾ അതായത് വാടക ഗർഭധാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇസ്ലാം അനുവദിക്കാത്തത്, അതിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ഈ ദത്തിനെ കുറിച്ച് കൂടി പറയേണ്ടി വരുന്നത്. അതായത് ഇത് ആരുടേതാണെന്ന് അറിയില്ല, ഈ ബീജമോ അണ്ടമോ ആരുടേതാണെന്ന് അറിയാത്തത് കൊണ്ട് വിവാഹ ബന്ധത്തെ അത് സാരമായി ബാധിക്കുന്നു. അപ്പം അതുകൊണ്ടാണ്. പക്ഷെ ഇതാരാണ് ഈ പറയുന്നത്? 20 പ്രസവങ്ങളിൽ 40 മക്കളെ ഉണ്ടാക്കി, ഈ മക്കള് പരസ്പരം വിവാഹം കഴിച്ചു, മക്കളും തന്തയും തള്ളയും എല്ലാം കൂടി വീഴ്ച ചെയ്ത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്നത്. അതേ വ്യക്തി തന്നെയാണ് ഈ പറയുന്നത് എന്നതാണ് രസകരം. ഈ അലിയാർ കാസിമി തന്നെയാണ് പബ്ലിക്കിൽ വന്നിട്ട് ഹവ്വ 20 പ്രസവങ്ങളിൽ 40 മക്കൾ, എല്ലാം ഒരാണും ഒരു പെണ്ണും, ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പ്രസവത്തിലെ മക്കളെ കൊണ്ട് രണ്ടാമത്തെ പ്രസവത്തിലെ മക്കളെ കല്യാണം കഴിപ്പിച്ചു, അത് ഇൻസെസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത അതേ അലിയാർ കാസിമി തന്നെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ വന്നിരുന്നിട്ട് പറയുവാണ്, ഇവരൊക്കെ പറയുന്നത് വിശുദ്ധ ഖുർആന്റെ ആയത്തിനെതിരാണ്. ഓക്കെ, ഞാനിതൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഖുർആനിന് വിപരീതമാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതും ഞാൻ പ്രൂവ് ചെയ്തു തരാം. കുല്ലുക്കും മിൻ ആദം വ ആദമു മിന തുറാബ്. ആദം എവിടെ നിന്നാണ്?
മണ്ണിൽ നിന്ന്, ബാക്കി മുഴുവനും ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണ് എന്ന് ഖുർആൻ വചനമുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇസ്ലാമിലെ ഇന്ന് നിലവിലുള്ള നിയമങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമാണ് ഇസ്ലാമിലെ ദത്ത് സമ്പ്രദായം. ഒരാൾ ഒരു കൊച്ചിനെ ദത്തെടുക്കുമ്പോൾ മകനാകട്ടെ മകളാകട്ടെ ആ കുട്ടിയുടെ വംശ പരമ്പര, കുടുംബം, ഇതൊക്കെ മാറുന്നുണ്ടല്ലോ. അതുവരെ സെയ്ദിനെ പ്രവാചകൻ പറഞ്ഞിരുന്നത് മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിക്കടാ എന്നാണ് വിളിച്ചു പറഞ്ഞിരുന്നത്. അപ്പോൾ നീ എൻ്റെ മോനാണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവൻ്റെ ഭാര്യയിൽ ഒരു താല്പര്യം തോന്നിയിട്ടാണ് അന്നുവരെ സ്വന്തം മകനാണെന്ന് പറഞ്ഞിരുന്നവൻ ഒരു ഓട്ടക്കാലണ പോലും കൊടുക്കാതെ ഒടുവില് അവൻ്റെ ഭാര്യയെയും പിടിച്ചെടുത്ത് അവനെ അനാഥനാക്കി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രായശ്ചിത്തം പ്രവാചകൻ ചെയ്തത് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഞാൻ സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ട് അപ്പോൾ എന്നിട്ട് എന്തായി, ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു, പട്ടുപോലെ പവിഴം പോലെ. പെണ്ണുങ്ങളല്ലെങ്കിലും കക്ഷിയുടെ വീക്ക്നെസ് ആണെന്ന് കക്ഷി എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്ടുപോലെ പവിഴം പോലെ. എന്നിട്ട് വന്ന് പറയാണ് അത് സെയ്ദിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പെണ്ണാണെന്ന്. അതായത് കക്ഷിക്ക് എന്തോ എവിടെയോ ഒരു ഗിൽറ്റ് ഫീലിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവൻ്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യയെ ഞാൻ പിടിച്ചെടുത്തല്ലോ എന്ന്, അത് മാറ്റാൻ വേണ്ടിയിട്ടൊരു കഥ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇസ്ലാമിക നിയമപ്രകാരം ഒരാളുടെ വംശ പരമ്പര എന്നത് ജന്മം നൽകിയ പിതാവിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രവാചകനോട് ഖുർആൻ പറഞ്ഞു, നീ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല. അങ്ങനെയാണ് ആ കൊച്ചന്റെ പെണ്ണുപിള്ളയൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പൊ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണ് എന്ന സത്യം മറച്ചു വെക്കുന്നത് അന്യായമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഖുർആൻ അതിനകത്ത് 33:5 തോന്നുന്നു. ദത്തുപുത്രന്മാരെ അവരുടെ വാപ്പയിലേക്ക്, അവരെ ഉണ്ടാക്കിയ പിതാവിലേക്ക് ചേർത്ത് വിളിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദ് ആരുടെ പേര് ചേർത്ത് വിളിക്കുമെന്നതൊരു ചോദ്യമാണ്. തൽക്കാലം പ്രകോപിപ്പിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഇവിടെ മുസ്ലിം നിപ്പുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് തൽക്കാലം നമുക്ക് പറയപ്പെടാൻ നല്ല ഒരു വാപ്പയില്ല. അബ്ദുള്ള മരിച്ച് 2 വർഷമെന്നും 4 വർഷമെന്നും ഒക്കെ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ടാണ് കക്ഷി ജനിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്വത്ത് യഥാർത്ഥ രക്തബന്ധമുള്ളവർക്കാണ് ഓഹരികളായിട്ട് ലഭിക്കേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമം. അതിനും പെണ്ണാണെങ്കിൽ പകുതി, ആണാണെങ്കിൽ ഇരട്ടി, ഭാര്യയാണെങ്കിൽ 8/1, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് അർഹമായിട്ടുള്ള ബന്ധുക്കളുടെ അവകാശത്തെ ബാധിക്കും. അതുകൊണ്ട് ദത്തെടുത്ത കുട്ടിക്ക് വേണ്ടി ഒരാൾക്ക് തന്റെ സ്വത്തിന്റെ 1/3 അത്രയൊക്കെ വസിയത്ത്, വിൽപത്രം എഴുതാൻ അനുവാദമുണ്ട്. പക്ഷെ ഒരാൾ മരിക്കുന്നതോടുകൂടി ഇസ്ലാമിൽ വിൽപത്രം വാലിഡിറ്റി ഇല്ലാതെയായി, അത് ഇൻവാലിഡായി മാറി എന്നാണ് വിശ്വാസം. അപ്പൊ സ്വന്തം മക്കളാകുമ്പോൾ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ചില ബന്ധങ്ങൾ വേറെയുണ്ട്. നബിക്ക് ഇതൊക്കെ ഒഴിവാണ് കേട്ടോ. നബിക്ക് ആരെ വേണമെങ്കിലും കിട്ടാം. ആരാന്റെ മക്കള് അവരുടെ ശരീരം ദാനം ചെയ്താൽ അതും നബിക്ക് സ്വീകരിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഈ ദത്തെടുത്ത കുട്ടിക്ക് രക്തബന്ധം ഇല്ലാത്തത് കൊണ്ട് കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ടുള്ള വിവാഹ നിയമങ്ങളിലും സാമൂഹികമായിട്ടുള്ള ഇടപഴകലിലുമൊക്കെ ഒരുപാട് മാറ്റം വരും അത്രേ. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദത്തില്ലാതാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ദത്തുപുത്രൻ എന്നതിന് പകരം കഫാല എന്ന വാക്കാണ് കേട്ടോ. ഇസ്ലാം അതായത് മുസ്ലിം കുട്ടികളെ സംരക്ഷിക്കുക, വളർത്തുക, അവർക്ക് ഒരു പരിചയ പോലെ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളുമായി കൂടി നിൽക്കുക, അത് കുഴപ്പമില്ല. സംരക്ഷണം നൽകാം, അനാഥരായിട്ടുള്ള കുട്ടികളെ ഏറ്റെടുത്ത് വളർത്താം, അവർക്ക് വിദ്യാഭ്യാസം നൽകാം, സ്നേഹം നൽകാം. അതൊക്കെ പുണ്യമായിട്ടാണ് ഇസ്ലാം കരുതുന്നത്. കാരണം അനാഥകളെ സൃഷ്ടിക്കുന്നത് അവർ തന്നെയാണല്ലോ. ഇപ്പോൾ അടിമകളെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഒരു ഗോത്രത്തിലേക്ക് കയറി ചെന്നിട്ട് നബിയും അനുയായികളും എല്ലാം കൂടെ ആ ഗോത്രത്തിലെ മുഴുവൻ ആളുകളെയും കൊന്ന സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ വിധവകളാക്കപ്പെട്ട സ്ത്രീകളോട് പിന്നീട് ഒരു കരുണ കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പറയും കഴുത്തറുത്തിട്ട് പുറം തടവുക എന്ന്. അതുപോലെ പ്രവാചകന്റെ അതീവ ദയാലുവായിട്ടുള്ള ഒരു സ്വഭാവം അടിമ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അപ്പൊ കുട്ടിയെ വളർത്തുമ്പോഴും ഇനി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ പേരും അതുപോലെ വംശമഹിമയും നിലനിർത്താൻ അവസരം നൽകണമെന്നാണ്. അതുകൊണ്ടാണ് നബിക്ക് അത്രമാത്രം വിഷമവും കുന്നിൻ ചെരുവിലെ ഈത്തപ്പന എന്ന് നബിയെ വിളിച്ചതിൽ നബിക്ക് അതിയായിട്ടുള്ള വിഷമവും ഉണ്ടായത് കൊണ്ടാണ് നബി 2 വിരലുകൾ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ചൂണ്ടുവിരലും മറ്റേ വിരലും, ഹാക്കഥ സ്വർഗത്തില് ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും തമ്മിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കാരണം തന്നെ അതാണ്. പിന്നെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് സമ്മാനങ്ങൾ നൽകാം, വിൽപത്രം എഴുതി വെക്കാമെന്നൊക്കെ ഇവർ പറയുന്നതാണ്. നബി സെയ്ദിന് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ആ നബിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഇവര് പിൻപറ്റുക. അപ്പൊ ഒരു കുട്ടിയുടെ അസ്തിത്വം, വംശ പരമ്പര അതൊരിക്കലും മായ്ച്ചു കളയാൻ പാടില്ല എന്ന് പ്രവാചകൻ പറയാൻ കാരണം ഇത് രണ്ടും നബിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്.
അതുകൊണ്ട് അനാഥകളെ സംരക്ഷിക്കണം, അവരെ സ്നേഹത്തോടുകൂടി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നബി അത് പ്രോത്സാഹിപ്പിച്ചു. ഇനിയും മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ദത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇസ്ലാമിലെ ദത്തെടുക്കൽ നിയമങ്ങൾക്ക് വലിയ രൂപത്തിലൊരു മാറ്റമുണ്ടായത് ഈ സംഭവമാണ്. അതായത് സെയ്ദ് എന്ന് പറയുന്ന ഒരു അടിമ പയ്യനെ കുട്ടിക്കാലത്ത് തട്ടിക്കൊണ്ടുപോയതാണ് ആ കുട്ടിയെ. അങ്ങനെ അടിമയായിട്ട് വിൽക്കപ്പെട്ട സെയ്ദിനെ ഖദീജയുടെ സഹോദരന്റെ മകനാണ് വിലയ്ക്കത് വാങ്ങുന്നത്. പിന്നീട് അത് ഖദീജയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ ഖദീജ സെയ്ദിനെ മുഹമ്മദ് നബിക്ക് സമ്മാനമായി നൽകുന്നു. ഇപ്പോ മറിയം സിസ്റ്ററുടെ വീട്ടില് ഞാൻ വന്നു, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ സമയത്ത് കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഡോൾ അവിടെ ഉണ്ടാകും. ചിലപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു കുട്ടി ഉണ്ടാകും. ആ കുട്ടി ആ ഷോക്കേസിലിരിക്കുന്ന ഡോളിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ടാവും. അപ്പം മറിയം സിസ്റ്റർ മനസ്സിലാക്കുന്നു, അയ്യോ ആ കുട്ടിക്ക് അത് വേണമെന്ന് തോന്നുന്നു. ചിലപ്പോൾ നല്ല വിലപിടിപ്പുള്ള സാധനമായിരിക്കും, എന്നാലും പോകുന്ന സമയത്ത് ഇന്ന് മോളെ ഇത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റോ ഒക്കെ വാങ്ങി കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുത്തിരുന്നതിന് പകരം നബിയും നബിയുടെ ഈ ഭാര്യയും സഹോദരങ്ങളും നബി രാജാക്കന്മാർക്കും നബിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കും നബിയുടെ സഹയാത്രികന്മാരായിട്ടുള്ള ആളുകൾക്കും ഒക്കെ കൊടുത്തിരുന്നത് ഈ ഇങ്ങനെ അടിമ പെണ്ണിനെയും ആണിനെയും ഒക്കെയാണ് കൊടുത്തിരുന്നത്. ആണിനെ സാധാരണഗതിയിൽ പെണ്ണുങ്ങൾക്ക് കൊടുക്കാറില്ല, കാരണം അടിമയുടെ ലൈംഗികത സ്ത്രീകളുടെ ബാധ്യതയല്ലല്ലോ, അടിമ പെണ്ണുങ്ങളുടെ ലൈംഗികതയാണ് നബിയുടെയും നബിയുടെ അനുചരന്മാരുടെയും ഒക്കെ ബാധ്യതയായിട്ട് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് ഈ സെയ്ദിനെ മുഹമ്മദ് നബിക്ക് ഖദീജ തിരിച്ചു നൽകുക. കാരണം സെയ്ദ് കുറച്ച് വളർന്നു, ഇനിയും സെയ്ദിനെ എൻ്റെ കൂടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കി. അങ്ങനെ സെയ്ദിനെ അന്വേഷിച്ചു വന്ന അദ്ദേഹത്തിന്റെ പിതാവിനും കുടുംബത്തിനും ഒപ്പം സെയ്ദിനോട് പൊയ്ക്കോളാൻ നബി പറഞ്ഞു എന്നാണ് ഇവര് പറഞ്ഞ് പിടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നബിക്കൊപ്പം തന്നെ കഴിയാൻ സെയ്ദ് നിന്ന്, ശരിക്കും പറഞ്ഞാൽ സെയ്ദിന് ആരുമില്ല. അപ്പോ സെയ്ദിനോടുള്ള നബിയുടെ ഈ സ്നേഹം മക്കയിലെ കഅബയുടെ അടുക്കൽ വെച്ചിട്ട് സെയ്ദ് തന്റെ മകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. എന്റെ സമ്പത്തിന് അനന്തരാവകാശികളായിരിക്കും സെയ്ദ് എന്ന് നബി പ്രഖ്യാപിക്കുന്നു. എന്ന് പറയുമ്പോഴും ഒരു ഭാഗത്ത് ഇവര് പറയുന്നു, പടച്ചട്ട ജൂതന് പണയം വെച്ച പ്രവാചകന് തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. ബുക്കാരി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്, മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും പ്രവാചകൻ കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ ഏത് സ്വത്താണ് സമ്പത്താണെന്നൊന്നും അറിയില്ല, മൊത്തവും പരസ്പര വിരുദ്ധമായതുകൊണ്ട് ഇത് ചെകയുണ്ടെന്ന് ഞാനും വിചാരിച്ചിട്ട് വിട്ടതാ. പിന്നീട് ഖുർആനിലെ ഒരു 33-ാം അധ്യായം അഹ്സാബിലെ ഒരു വചനം ഇറങ്ങാണ്, സ്വന്തം മക്കളെ മക്കളാകത്തുള്ളൂ കേട്ടോടാ, അവനൊന്നും യഥാർത്ഥ മക്കളാകത്തില്ല, അതുകൊണ്ട് അവന്റെ വാപ്പയുടെ പേരിനോടൊപ്പം ചേർത്ത് വിളിച്ചോട്ടെ, നിനക്ക് ആൺകുട്ടികളില്ലല്ലോ, തൽക്കാലം നിനക്ക് പെൺകുട്ടികളല്ലേ ഉള്ളൂ, അതുമായിട്ട് ചേർത്ത് നീ പറഞ്ഞാൽ മതി, ശരി. ഇത് വന്നതോടുകൂടി സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് മാറ്റി പിന്നെ സെയ്ദ് ബിൻ ഹാരിസ് എന്ന് വിളിക്കപ്പെട്ടു അയാളെ. അപ്പൊ അതോടെ വളർത്തുമക്കൾക്ക് സ്നേഹവും സംരക്ഷണവും ഒക്കെ നൽകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അവനെ തങ്ങളുടെ അമ്മായിയുടെ മകളെ കൊണ്ട് കെട്ടിച്ചിട്ട് ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ പിടിച്ച് നമുക്ക് വേഴ്ച നടത്താം, അവനെ ഓട്ടക്കാലനയാക്കി അടിമയാണല്ലോ, ഒഴിവാക്കി വിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് അന്നുവരെ അടിമകളെ സ്വന്തം മക്കളായി കണ്ടിരുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് അടിമകൾ ദത്തുപുത്രന്മാരാണെങ്കിലും ശരി, ദത്തെടുക്കപ്പെട്ട മക്കൾ സ്വന്തം മക്കളാകത്തില്ല. അവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അവന്റെ ആവശ്യം കഴിഞ്ഞാൽ മിച്ചമുള്ള അവന്റെ ഭാര്യയെ വരെ നിനക്ക് വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല മമ്മദണ്ണ എന്ന് പഠിച്ചോനായത്തു ഇറക്കി. അങ്ങനെ ലോകം മുഴുവനുമുള്ള മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അനാഥകളെ സംരക്ഷിക്കുക എന്നത്. ഈ അനാഥകൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മുടെ നാട്ടില് ഹറാം കുട്ടികൾ എന്നാ പറയുക, അതായത് ഹറാം പറപ്പിലൂടെ ഉണ്ടായത്, വ്യഭിചാര സന്തതികൾ എന്ന് പറയുന്നില്ല, ഹറാം കുട്ടികൾ. ഈ ഹറാം കുട്ടികളെ ഉണ്ടാക്കാൻ ഏതോ ഒരു ഹറാം പറഞ്ഞവൻ ഉണ്ടല്ലോ. അപ്പോ സ്വർഗവും നരകവും കണ്ട പ്രവാചകൻ നരകത്തിൽ ഒരുപാട് സ്ത്രീകളെ കണ്ടു. ഈ സ്ത്രീകള് അയ്യോ അവരുടെ ബ്രസ്റ്റിലൊക്കെ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നതായിട്ടാണ് ഈ പ്രവാചകൻ കാണുന്നത്. അപ്പോ ജിബ്രീലിനോട് ചോദിക്കുവാണ്, ജിബ്രീലെ എന്താണ് ഇവര് ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഇവരെ ഹറാം കുട്ടികളെ പ്രസവിച്ചത് കൊണ്ടാണെന്ന്. വാപ്പയില്ലാത്ത അപ്പോ ഏതൊരു മനുഷ്യനാണെങ്കിലും ചോദിക്കത്തില്ലേ, അല്ല ജിബ്രീലെ, പുരുഷന്റെയും എവിടെയെങ്കിലും സാധ്യമായ സ്ഥലത്തൊരു കൊളുത്തിടണ്ടേ? അവനല്ലേ കൊളുത്തിടാൻ പര്യാപ്തമായിട്ടുള്ള അവയവമുള്ളത്. അപ്പൊ അവനും കൂടി ഒരു കൊളുത്ത് വേണ്ടതായിരുന്നു സ്ത്രീകളുടെ ബ്രസ്റ്റിലിട്ട് വലിക്കുന്നതിനേക്കാൾ. കാരണം ഇവൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഹറാം കുട്ടികൾക്ക് ജന്മം നൽകാൻ പറ്റത്തില്ലല്ലോ എന്ന് നബി ചോദിച്ചില്ല. കാരണം എന്താ? നബി ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നല്ലോ.
നബി സ്ത്രീകൾക്കു വേണ്ടി വാദിച്ചിരുന്ന ആളായിരുന്നല്ലോ. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടിയത് ഇങ്ങനെ ഹറാം കുട്ടികളെ പ്രസവിച്ചതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞിട്ട് ശരി, അതങ്ങ് വിട്ടു. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആറ്റഫെ രജബി എന്ന് ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇറാനിൽ, ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് കുറേ കാലങ്ങളോളം ഒരു നാറി ബലാത്കാരം ചെയ്തു. ഒടുവിൽ ഈ പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലുന്ന ഒരു നിയമമുണ്ടായി ഇറാനിൽ. അതായത് പെണ്ണാണല്ലോ ഇതിൻ്റെയൊക്കെ കാരണഭൂതം എന്നാണ് ഇവർ പറയുന്നത്. ശരി പോട്ടെ, ഇങ്ങനെ ഇവര് അനാഥകളെ ഉണ്ടാക്കി വിടുവാണ്. എന്നിട്ട് അനാഥകളെ നിങ്ങൾ അങ്ങോട്ട് സംരക്ഷിച്ചോളൂ, അതിന് പുണ്യമുണ്ട്. ഇപ്പോൾ ഉടമകളെയൊക്കെ കൊന്നിട്ട് അടിമകൾക്കൊരു ജീവിതം കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ. അപ്പൊ ഈ യത്തീം ഖാനകൾ എന്നാണ് ഇത് ഇവർ പേരിട്ടിരിക്കുന്നത്. ഒരുപാട് സമുന്നതരായിട്ടുള്ള നേതാക്കൾ യത്തീം ഖാനകൾ ഉണ്ടാക്കി അതിലൂടെ എന്തൊക്കെയാണ് ചെയ്തതെന്നും ഇപ്പോഴും എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. കോടാനുകോടി പണം, ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി പണമൊക്കെ വരുന്നത് അതുവഴിയാ. അപ്പോൾ മുഹമ്മദ് നബി അനാഥനായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബിയുടെ പ്രതിത്വം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അനാഥത്വത്തിൽ വളർന്നതിന്റെ എല്ലാ വേദനയും കക്ഷിക്കുള്ളത് കൊണ്ട് ആള് പറഞ്ഞു, അനാഥകളെ സംരക്ഷിച്ചാൽ നിങ്ങൾക്ക് വലിയ പദവി ഉണ്ടാകും. അങ്ങനെ അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ 2 വിരലുകൾ ചേർത്ത് കാണിക്കുന്ന ഒരു സംഭവം മുസ്ലിം സമുദായം അങ്ങോട്ട് ഏറ്റെടുത്തു. അങ്ങനെ അവര് നിങ്ങളെ എത്ര വേണമെങ്കിലും ഹറാം കുട്ടികളെ ഉണ്ടാക്കിക്കോ, യത്തീം ഖാനകൾ ഞങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ കഫാല എന്ന് പറയുന്ന സംരക്ഷണ മാതൃക ദത്തെടുക്കലിന് പകരമായിട്ട് ഇവരേറ്റെടുത്തു. അപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം നൽകുക, അവര് ഈദ് കിസ്വ എന്നൊക്കെ പറഞ്ഞ ചില പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചില വസ്ത്രം, അവർക്ക് നല്ല താമസ സൗകര്യം ഒക്കെ നൽകുക. കാരണം ഇതുപോലെ ഒരു യത്തീം ഖാനയിൽ നിന്നിട്ടുള്ള ആളാണ് ഞാൻ. അവിടുത്തെ സംരക്ഷണത്തെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് എനിക്കറിയാം. പോട്ടെ, അന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം അന്നത്തെ ഒരു അവസ്ഥയല്ലല്ലോ. ഇന്ന് കുട്ടികളെ നോക്കാനും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, കുട്ടികൾ ഏതെങ്കിലും രൂപത്തിൽ ഭക്ഷണമില്ലാത്ത സാഹചര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ ഇന്ന് ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. അന്ന് അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടിയുടെ യഥാർത്ഥ പിതാവിന്റെ പേരോ കുടുംബ പേരോ മാറ്റാതെ തന്നെ അവർക്ക് അവരുടെ മാതാപിതാക്കളെയും വേരുകളും കുടുംബവും വംശവും തറവാടും തിരിച്ചറിയാനുള്ള ഒരു അവകാശം ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. അനാഥകളെ സംരക്ഷിക്കുക എന്നത് ഒരു പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ബാധ്യതയായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. പക്ഷേ ഞാൻ അനാഥയായിട്ടാണ് വളർന്നത്. അപ്പോൾ ഞാൻ അനുഭവിച്ച വേദനകൾ എനിക്ക് വളരെ നന്നായിട്ടറിയാം. എത്ര പേരിന്ന് അനാഥകളോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. അനാഥാലയങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ അനാഥാലയത്തിൽ നിന്ന് വളർന്ന് അവിടെ പഠിച്ച് അവിടെ തന്നെ വാർഡൻ ജോലി ചെയ്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നോടൊപ്പം തന്നെ കൊണ്ടുവന്ന് പിന്നീട് ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ മോൾക്ക് 1 വയസ്സായപ്പോൾ ഞാൻ ആ കുട്ടിയെ കെട്ടിച്ചു കൊടുത്തു. കാരണം എനിക്ക് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരാളെയെങ്കിലും ആ ഒരു ഇരുണ്ട ജീവിതത്തിൽ നിന്നും ഒന്ന് കരപിടിച്ചാൽ അത് രക്ഷപ്പെടുമല്ലോ അവിടെ നിന്ന് എന്ന് തോന്നി. ഇന്നും അത് സുഖമായിട്ട് ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, വളരെ നന്നായിട്ട്. അപ്പോൾ ഈ ദത്തിന് പകരമായിട്ട് അനാഥകളെ സംരക്ഷിക്കുന്ന രൂപത്തിൽ പള്ളികള്, പള്ളി കമ്മിറ്റികള്, യത്തീം ഖാനകൾ, കാരണം ഇവരെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. അതിനുവേണ്ടി മുസ്ലിങ്ങൾ ഈ റമളാൻ മാസത്തിലൊക്കെ അവരുടെ സമ്പത്ത് കണക്കാക്കി 2.5% സക്കാത്ത് ഇതൊക്കെ നൽകണം എന്നാണ് പറയപ്പെടുന്നത്. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ പല രൂപത്തിലും ഇവര് മുസ്ലിങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമില് ദത്തെടുക്കൽ നിയമം കർശനമായത് കുട്ടികളെ അവഗണിക്കുക എന്ന ഒരു രീതി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതായത് ആ കുട്ടിയെ, ഒരു കുട്ടിക്ക് മാതാപിതാക്കളാകാൻ നമുക്ക് കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും വലുത്. നമ്മളൊരു കുട്ടിക്ക് എന്തൊക്കെ തന്നെ നൽകിയിരുന്നാലും ശരി, പാപ്പ, ഉമ്മ, അതല്ലെങ്കിൽ അമ്മേ, അച്ഛ എന്ന് വിളിക്കാൻ ഒരാൾ എതിർഭാഗത്തുണ്ടാകുക എന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതൊക്കെ നിഷേധിച്ച് അവന്റെ ഭാര്യയെ പോലും പിടിച്ചെടുത്തിട്ട് അവനെ അനാഥനാക്കി, കാടാറു മാസം വീടാറു മാസം എന്ന് പറയുന്നത് പോലെ അവൻ പാട്ടും പാടി ഭ്രാന്തനെ പോലെ നടക്കുന്ന രീതിയിൽ എത്തിച്ചിട്ട് അവന്റെ ഭാര്യയുമായിട്ട് അറകൂടുന്ന ഒരു മുഹമ്മദിനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കേരളത്തിൽ വലിയ രൂപത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും ഈ ഇസ്ലാമിക സംഘടനകളുടെ കീഴിൽ തന്നെ ഒരുപാട് യത്തീം ഖാനകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ വളർത്തുമകനായി വീട്ടിൽ കൊണ്ടുപോയി വളർത്തുന്നതിനേക്കാൾ ഒരു സാമൂഹ്യ പ്രവൃത്തി എന്ന രൂപത്തിൽ കുട്ടികളെ
ഇങ്ങനെ അവർക്ക് ചൊല്ലും ചോറും ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മാതാപിതാക്കളില്ലാത്ത ഒരു കുട്ടിയുടെ സ്വന്തം കുഞ്ഞായിട്ട് ഒരു കുഞ്ഞു വളരുക എന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇസ്ലാമിലെ കാലഹരണപ്പെട്ട ഇത്തരം രീതികളൊക്കെ വലിച്ചെറിയേണ്ടുന്ന സാഹചര്യം അസ്തമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 6 7 വയസ്സുള്ള ഒരു കുഞ്ഞാണെന്ന് ഇരിക്കട്ടെ, എനിക്ക് നിങ്ങൾ എത്ര തന്നെ പൊന്നിൻ പാത്രത്തിൽ എന്തൊക്കെ തന്നെ തന്നിരുന്നാലും ശരി, ആ മാതാപിതാക്കളില്ലാത്തതിൻ്റെ ഒരു ദുഃഖം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് അങ്ങനെ ഇല്ലാതെ വളർന്നവർക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞിനെ വാപ്പയും ഉമ്മയും അതല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരു സംരക്ഷണമാകുക എന്നതിനെ ഇസ്ലാം എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ മാനവരാഹിത്യവും ഇസ്ലാമിലെ മാനവികതയും എത്രമാത്രമുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ ഒരു സാഹചര്യമാണ്. ഓക്കെ, നന്ദി.